നോക്കണേ, മുന്നണിയിലെ ഒരു പ്രബല കക്ഷി എതിർത്ത് നിന്നിട്ടും എത്ര കൃത്യമായാണ് CPM-ന്റെ നേതൃത്വത്തിൽ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടത് എന്ന്. കടുത്ത എതിർപ്പുമായി CPI രംഗത്ത് വന്നപ്പോൾ വേണ്ടെന്ന് വെച്ചിരുന്ന PM ശ്രീ പദ്ധതി ഒപ്പിട്ടത് എങ്ങനെയാണെന്ന് എത്ര പേർക്കറിയാം എന്നറിയില്ല. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടിക്കാഴ്ച നടന്ന് ഒരാഴ്ചക്കകം തന്നെ ധാരണാപത്രം തയ്യാറാകുകയും ഒപ്പിടുകയും ചെയ്തു. അതിന്റെ ഗുട്ടൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുള്ള സർക്കാരിന്റെ ദൃഷ്ടാന്തത്തെക്കുറിച്ചും മനസ്സിലാകും. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ അതിവേഗത്തിൽ പദ്ധതിയിൽ പങ്കാളിയാകാൻ സർക്കാരും മുഖ്യമന്ത്രിയും തീരുമാനിക്കാനുണ്ടായ സാഹചര്യമാണ് ആർക്കും മനസ്സിലാകാത്തത്. അത്രമാത്രം വലിയ എന്ത് ചർച്ചയാണ് ആ കൂടിക്കാഴ്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നത് എന്ന് ഇപ്പോഴും അറിവില്ല. ഈ മാസം 10-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടത്. കൂടിക്കാഴ്ച നടന്ന് ഒരാഴ്ച തികയും മുൻപ് പഴയ നിലപാടുകളെല്ലാം മറന്ന് PM ശ്രീയുമായി കൈകോർക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു. മന്ത്രിസഭാ യോഗത്തിലോ മുന്നണിയിലോ ചർച്ച ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒക്ടോബർ 16 എന്ന തീയതി വെച്ച് ധാരണാപത്രവും തയ്യാറായി. കേരളത്തിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി K. വാസുകിയും കേന്ദ്രത്തിനായി വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി ധീരജ് സാഹുവും ധാരണാപത്രത്തിൽ ഒപ്പിടുകയും ചെയ്തു. ഇതൊന്നും അറിയാതെ CPI അതിനുശേഷവും പദ്ധതി നടപ്പാക്കരുത് എന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധ സ്വരം ഉയർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും ധാരണാപത്രം ഒപ്പിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള മന്ത്രിസഭാ യോഗത്തിൽ പോലും മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ വിവരം പറയാതെ രഹസ്യമാക്കി വെച്ചു. ഇത്രമാത്രം എന്ത് രഹസ്യ സ്വഭാവമാകും ആ ധാരണാപത്രത്തിന് ഉള്ളത്? എന്തുകൊണ്ടാകും ഇത്ര രഹസ്യമായി മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് ധാരണാപത്രം ഒപ്പിട്ട് അത് പുറത്തുപോലും പറയാതെ ഉള്ളിലൊതുക്കി കൊണ്ടു നടന്നത് എന്ന് അനന്തം അജ്ഞാതം. ഒക്ടോബർ 16 തീയതിയിലെ ധാരണാപത്രത്തിൽ വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ S. ചിത്രയും SSK ഡയറക്ടർ ഡോക്ടർ AR. സുപ്രിയ എന്നിവരും കേന്ദ്രത്തിലെ 2 ഉദ്യോഗസ്ഥരുമാണ് സാക്ഷികളായി ഒപ്പിട്ടിട്ടുള്ളത്. ഇതിൽ ചിത്ര കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയിരുന്നില്ല. സാക്ഷിയായി ചിത്രയുടെ ഒപ്പ് വാങ്ങിയ ശേഷം ധാരണാപത്രം ഡൽഹിയിൽ കൊണ്ടുപോയി മറ്റുള്ളവർ ഒപ്പിട്ടുവെന്നാണ് ലഭിക്കുന്ന വിശദീകരണം. ഇതിനുശേഷം കഴിഞ്ഞ ബുധനാഴ്ച നടന്ന മന്ത്രിസഭാ യോഗത്തിലും CPI-യിൽ നിന്നുള്ള മന്ത്രി K. രാജൻ പദ്ധതിയിൽ ഒപ്പിടരുത് എന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധ സ്വരം ഉയർത്തി. അപ്പോഴും ധാരണാപത്രം ഒപ്പിട്ട വിവരം മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മറച്ചുവെച്ചു. മന്ത്രിസഭാ യോഗത്തെ പോലും അപ്പോഴും അറിയിച്ചില്ല. ഈ രഹസ്യ സ്വഭാവം തന്നെയാണ് പദ്ധതിയെയും ഒപ്പം സർക്കാരിന് നേതൃത്വം നൽകുന്ന CPM-നെയും സംശയമുനയിൽ നിർത്തുന്നത്. പാർട്ടിയെ പോലും അറിയിക്കാതെ ഇത്ര രഹസ്യമായി മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് PM ശ്രീ പദ്ധതിയിൽ പങ്കാളിയായത് എങ്ങനെയെന്ന് CPM-ന് പോലും അറിയില്ല. PM ശ്രീയിൽ പങ്കാളിയാകാനുള്ള തീരുമാനം സംബന്ധിച്ച് CPM-ലെ പ്രമുഖ നേതാക്കൾക്കടക്കം അറിവുണ്ടായിരുന്നില്ല എന്നാണ് വിവരം. കേരള സർക്കാരിന്റെ തീരുമാനം CPM കേന്ദ്ര നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുണ്ട്. നയപരമായി പാർട്ടി കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ മറിച്ചൊരു നിലപാടെടുത്തതാണ് കേന്ദ്ര നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതൃത്വത്തിൽ ഒരു വിഭാഗം നേതാക്കൾക്കും എതിർപ്പുണ്ട്. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി പോലും കേരള സർക്കാരിന്റെ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കേരളത്തിലെ CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാർ PM ശ്രീ നടപ്പാക്കുന്നതിൽ കാണിക്കുന്ന രഹസ്യാത്മകത സംശയം ഉണർത്തുന്നത്. അതുകൊണ്ട് തന്നെ ജനറൽ സെക്രട്ടറി MA ബേബി സംസ്ഥാന നേതൃത്വത്തോട് വിശദീകരണം തേടിയതായും വാർത്തകൾ വരുന്നുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം CPM പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ നേരത്തെ ചർച്ച ചെയ്തപ്പോൾ നയത്തെ എതിർത്താണ് ഭൂരിഭാഗം നേതാക്കളും സംസാരിച്ചത്. കേരള സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ നീക്കം നടത്തുന്നുവെന്ന സൂചനകൾ ഉയർന്നപ്പോഴും അതിനെതിരെ PB-യിലെ ഭൂരിഭാഗം അംഗങ്ങളും നിലപാടെടുത്തു. ഇവരുടെ നിലപാടിനോട് യോജിക്കുകയായിരുന്നു ജനറൽ സെക്രട്ടറി MA ബേബിയും. പക്ഷേ ഈ എതിർപ്പുകളെല്ലാം അവിടെ നിലനിർത്തിക്കൊണ്ടുതന്നെ കേരളം ധാരണാപത്രം ഒപ്പിട്ടു. സംസ്ഥാനങ്ങളോട് ആലോചിക്കാതെയും പാർലമെന്റിൽ ചർച്ച ചെയ്യാതെയും ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിച്ചാണ് ദേശീയ വിദ്യാഭ്യാസ നയം കേന്ദ്രം പുറത്തിറക്കിയത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് CPM തുടക്കം മുതൽ സ്വീകരിച്ച നിലപാട്. സംഘപരിവാറിന്റെ വർഗീയ അജണ്ട പാഠ്യപദ്ധതിയിലൂടെ അടിച്ചേൽപ്പിക്കാനുള്ള ടൂളാണ് മോദിക്കും കേന്ദ്ര സർക്കാരിനും PM ശ്രീ എന്നും അതിൽ ഒപ്പുവെക്കരുത് എന്നും CPM ആദ്യം മുതൽ നിലപാടെടുത്തു. സംസ്ഥാന സർക്കാരും തുടക്കത്തിൽ ഈ നിലപാടിനൊപ്പം ഉറച്ചു നിന്ന ശേഷമാണ് പിന്നീട് ഫണ്ടിന്റെ അഭാവം ചൂണ്ടിക്കാട്ടി മലക്കം മറിഞ്ഞത്.
ഭരണമുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന തീരുമാനമാണ് സംസ്ഥാന സർക്കാർ മുന്നണിയിലെയും സർക്കാരിലെയും രണ്ടാമനെ പോലും അറിയിക്കാതെ എടുത്തിട്ടുള്ളത്. ഇത്ര വലിയ രഹസ്യ സ്വഭാവത്തോടെ അതിവേഗം പദ്ധതിയിൽ ഒപ്പുവെക്കാൻ പാകത്തിൽ ഡൽഹിയിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് CPI നേതൃത്വം ഉൾപ്പെടെ ആരായുന്നത്. പദ്ധതിയിൽ നിന്ന് പിന്മാറാതെ യോജിക്കുന്ന പ്രശ്നമില്ല എന്ന് CPI കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ വ്യക്തമാക്കിയത് CPM-നും സമ്മർദ്ദമുണ്ടാക്കുന്നുണ്ട്. ഒപ്പം പദ്ധതി ഒപ്പുവെച്ചതിന്റെ രഹസ്യാത്മകത ചൂണ്ടിക്കാട്ടി CPM BJP മോദി പിണറായി രഹസ്യധാരണകൾ ഉണ്ടെന്ന ആരോപണവുമായി പ്രതിപക്ഷവും കളം നിറയുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.